ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിലാനേരം. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഇത് ഞങ്ങളൊരു സ്റ്റേക്കേഷന് പൊള്ളാച്ചി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. വന്നപ്പോൾ തന്നെ റിസോർട്ടിൻ്റെ ഈ എൻട്രി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ട് സൈഡും പൂവൊക്കെ ആയിട്ട്, പിന്നെ പാർക്കിങ്ങിനും ഒരുപാട് സ്പേസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് അവരുടെ റിസപ്ഷനിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിസപ്ഷനിലെ വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ഒരു കളർ കോമ്പിനേഷനൊക്കെ. ചെക്കിൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മൾ റിസോർട്ടിൻ്റെ മെയിൻ ഉള്ളിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് നോക്കിയ പൂളും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡായിട്ട് നമ്മുടെ ഗെയിം, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പൂളിലേക്ക് പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കിഡ്സിൻ്റെ പ്ലേ ഏരിയ വെച്ചിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാലും അതുപോലെ കിഡ്സിന് മാത്രമല്ല നമുക്കും പ്ലേ ചെയ്യാൻ പറ്റിയ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഔട്ട്ഡോർ ഗെയിംസ് ആയിട്ട് ഷട്ടിലും ക്രിക്കറ്റും ഒക്കെ അവരൊരു എന്താ പറയുക ടർഫ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് മഴ ആയതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാനും ഇവയും കുറച്ച് സമയം അവിടെ നിന്ന് ഔട്ട്ഡോർ ഗെയിംസ് കളിച്ച് നേരെ ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് കേട്ടോ റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൂംസാണ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പൂളാണ് കേട്ടോ. പൂളും ഇവിടുത്തെ വ്യൂവും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പൂളിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നതും പിന്നെ ഇന്ന് ഒരു മൂടി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഫീലൊക്കെ തരുന്ന പോലത്തെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അവിടുത്തെ പൂളിൻ്റെ ഏരിയ ഒക്കെ. പിന്നെ കൂടുതൽ വെയിറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ നേരെ പൂളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ ബോൾസും പിന്നെ കുറച്ച് നമുക്ക് എന്താ പറയുക കളിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഈ ഒരു ബോളായിരുന്നു അവിടെ ഇറങ്ങിയപ്പോൾ മുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് കുറച്ച് സമയം നമ്മൾ ക്യാച്ച് ആൻഡ് ത്രോ ഒക്കെ കളിച്ചതിന് ശേഷം പിന്നെ മുടി ശരിയാക്കാൻ വന്നപ്പോഴേക്കും വീട്ടിൽ ഞാൻ ക്യാമറയിൽ ഒരു സ്പേസ് ഞാൻ തരില്ല എന്നുണ്ട് ഞാൻ അതിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയതിനു ശേഷം നേരെ ഞങ്ങൾ ചായ കുടിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായത്. അതും അവരുടെ തന്നെ എന്താ പറയുക ഡൈനിങ് ഏരിയയിലാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചാറ്റൽ മഴയും നല്ല ചൂടുള്ള ഓണിയൻ പക്കോടയും അതുപോലെ ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൊട്ടറ്റോ പക്കോടയാണ് കേട്ടോ. അതും പിന്നെ ഒരു ചൂട് ചായയും കൂടെ കഴിച്ചിട്ട് നമ്മളൊരു കുറേ സമയം അവിടെ ആയിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ സമയം. ആ സമയത്തേക്ക് അവരൊരു എന്താ പറയുക നമ്മുടെ ഈ ഒരു DJ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാരൊന്നും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ കിഡ്സ് പ്ലേ ഏരിയയിലേക്ക് വന്ന് അവിടെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ചിലതൊക്കെ ഒന്ന് ട്രൈ ചെയ്തപ്പോഴേക്കും ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നിരുന്നു. പിന്നെ നല്ല തണുപ്പുള്ളതുകൊണ്ട് ഒരു സൂപ്പും പിന്നെ ഞങ്ങൾ ചപ്പാത്തിയും പിന്നെ കേരള പൊറോട്ടയും ഒരു ചെട്ടിനാട് ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫുഡായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.